നമസ്തേ എൻ്റെ ഭക്തമിത്രങ്ങളെ, ഞാൻ ഗീതാ പൊതുവാൾ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് രുദ്രാക്ഷത്തെക്കുറിച്ചൊന്ന് പങ്കുവെക്കാനാണ്. അപ്പോൾ എല്ലാവരും കഥ കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. രുദ്രാക്ഷം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യം സ്മരിക്കുന്നത് എൻ്റെ ഭക്ത ഹനുമാനെ തന്നെയാണ്. രുദ്രാവതാരമാണല്ലോ ഭഗവാൻ. ഓം ശ്രീ രുദ്രാവതാരായ നവവ്യാകരണ പടുതിലകനാകിയ ശ്രീ ആഞ്ജനേയ സ്വാമിയേ നമ. ശിവനും ഹനുമാനും രണ്ടും ഒരാൾ തന്നെയാണല്ലോ. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഹിന്ദുക്കൾ രുദ്രാക്ഷത്തെ ഒരു പുണ്യവസ്തുവായിട്ടാണ് കാണുന്നത്. ഇതിന് കാരണം രുദ്രാക്ഷത്തിൻ്റെ ഉത്ഭവം ശിവനിൽ നിന്നായതുകൊണ്ടാണ്. രുദ്രന്റെ അക്ഷിയിൽ നിന്ന് ഉത്ഭവിച്ചതുകൊണ്ട് ഇതിന് രുദ്രാക്ഷമെന്നും പേരുണ്ടായി. ഭഗവാൻ ശിവൻ ത്രിപുരാസുരന്മാരെ എങ്ങനെ വധിക്കണമെന്ന് ആലോചിച്ച് അല്പസമയം കണ്ണടച്ചിരുന്നു. ആ ഇരിപ്പ് 1000 ദിവ്യ സംവത്സരം തന്നെ നീണ്ടുപോയി. അതിനുശേഷം കണ്ണ് ഇമവെട്ടി തുറന്നപ്പോൾ കണ്ണിൽ നിന്ന് അശ്രുബിന്ദുക്കൾ പൊഴിഞ്ഞു വീണു. ഈ കണ്ണുനീർത്തുള്ളികളിൽ നിന്നാണ് രുദ്രാക്ഷമുണ്ടായതെന്നാണ് ഐതിഹ്യം. രുദിനെ ദ്രവിപ്പിക്കുന്നവൻ രുദ്രൻ. രുദ് എന്നാൽ ദുഃഖമെന്നും ദ്രവിപ്പിക്കുക എന്നാൽ ഇല്ലാതാക്കുക എന്നുമാണ് അർത്ഥം. രുദ്രൻ പഞ്ചകൃത്യങ്ങളുടെയും ആളാണല്ലോ. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, ലയം, അതാണ് പഞ്ചകൃത്യങ്ങൾ. നാഥനും പ്രപഞ്ചവിധാതാവുമാകുന്ന രുദ്രന്റെ ഉത്തമേന്ദ്രിയങ്ങളായ അക്ഷങ്ങൾ എന്ന് രുദ്രാക്ഷത്തിന് ശാസ്ത്രീയമായി അർത്ഥം കൈവരിക്കുന്നു. രുദ്രൻ എന്നാൽ കരയിപ്പിക്കുന്നവൻ എന്നൊരർത്ഥം വേറെയുമുണ്ട്. അതായത് പാപം ചെയ്തവരെ കരയിപ്പിക്കുന്നവൻ എന്നാണ് സാരം. ജീവിതമെന്ന സംസാരചക്രത്തിൽപ്പെട്ട് ഉഴറുന്ന മനുഷ്യന് ശ്രേയസ്കരമായ ഉയർച്ചയ്ക്ക് ആവശ്യമായ നന്മതിന്മകളെ വേർതിരിച്ചു കിട്ടുന്നതിന് പരമകാരുണികനായ രുദ്രൻ തൻ്റെ നയനങ്ങളെ തന്നെയൊരു രുദ്രാക്ഷമാക്കി മാനവകുലത്തിന് നൽകിയിരിക്കുകയാണ്. രുദ്രാക്ഷധാരണത്തിൻ്റെ പ്രയോജനം ഒന്ന് നമുക്ക് നോക്കാം. രുദ്രാക്ഷം ദർശിച്ചാൽ തന്നെ പുണ്യമാണ്. സ്പർശിച്ചാലോ കോടി ഗുണമുണ്ടാകുമെന്നും ധരിച്ചാൽ 100 കോടിയിലധികം പുണ്യം ലഭിക്കുമെന്നും നിത്യവും രുദ്രാക്ഷം ധരിച്ച് ജപിക്കുന്നത് കൊണ്ട് അനന്തമായ പുണ്യം ലഭിക്കുമെന്നും പറയുന്നു. ശ്രീരുദ്രത്തേക്കാൾ ശ്രേഷ്ഠമായൊരു സ്തോത്രം തന്നെ വേറെയില്ല. അക്ഷയമായ ദാനങ്ങളിൽ ഉത്തമമാണ് രുദ്രാക്ഷദാനം. ഒരു രുദ്രാക്ഷമെങ്കിലും ധരിച്ചിട്ടുള്ളവർ മാംസഭോജനവും മദ്യപാനവും ചണ്ടാല സഹവാസവും മൂലമുണ്ടാകുന്ന പാപത്തിൽ നിന്ന് മുക്തരാകും. സർവയജ്ഞങ്ങളും തപസ്സും ദാനവും വേദാഭ്യാസവും കൊണ്ട് എന്തു ബലമുണ്ടാവുമോ അത് രുദ്രാക്ഷധാരണത്താൽ ലഭിക്കുമെന്നാണ് പറയുന്നത്. 4 വേദങ്ങൾ അഭ്യസിക്കുകയും പുരാണങ്ങൾ വായിക്കുകയും തീർത്ഥാടനം നടത്തുകയും സർവവിദ്യകളും നേടുകയും ചെയ്താൽ എന്തു പുണ്യം ലഭിക്കുമോ അതൊക്കെ ആ ഒരു പുണ്യം രുദ്രാക്ഷധാരണം കൊണ്ട് ഉണ്ടാകുമെന്നാണ്. രുദ്രാക്ഷം കഴുത്തിലോ കയ്യിലോ കെട്ടിക്കൊണ്ട് ഒരാൾ മരിച്ചാൽ അവൻ രുദ്രപദം പ്രാപിക്കും. മാത്രമല്ല പുനർജന്മവും ഉണ്ടാവുകയില്ല എന്നാണ് വിശ്വാസം. മാത്രവുമല്ല തൻ്റെ കുലത്തിലെ 21 തലമുറയെ ഉദ്ധരിക്കുന്നവനായി രുദ്രലോകത്ത് വസിക്കുമെന്നുമാണ് പറയുന്നത്. രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് മരിക്കുവാനിടയായാൽ മോക്ഷമുണ്ടാകുമെന്നാണ് വിശ്വാസം. ഇനി രുദ്രാക്ഷത്തിൻ്റെ ഒരു ശാസ്ത്രീയ വംശത്തെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. രുദ്രാക്ഷം അതിസൂക്ഷ്മമായ വൈദ്യുത കാന്തിക ഊർജം വഹിക്കുന്നു. അതിൽ നിന്നും പ്രസരിക്കുന്ന കാന്തിക മണ്ഡലം മനുഷ്യ ശരീരത്തിൻ്റെ ഊർജത്തിന് സമമാണ്. ആയതിനാൽ അവ മനുഷ്യ ശരീരത്തെ പലവിധത്തിൽ സ്വാധീനിക്കുന്നു. മനുഷ്യ ഒറയുമായി ചേർന്ന് അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും അചഞ്ചലമാക്കി നിർത്തുകയും ചെയ്യുന്നു. അതുവഴി ശാരീരിക, മാനസിക, വൈകാരിക സന്തുലനാവസ്ഥകളിൽ നമുക്കൊരു നല്ല ഊർജം തന്നെയാണ് കിട്ടുന്നത്.
കോസ്മിക് എനർജി കൂടുതൽ ലഭ്യമാകുക വഴി ഗ്രഹദോഷങ്ങൾ, ഊർജ തടസ്സങ്ങൾ, അതായത് എനർജി ബ്ലോക്സ് എന്നിവ ശമിക്കുന്നു. ഹൃദയം, ശ്വാസകോശം, അന്തസ്രാവ ഗ്രന്ഥികൾ, രക്തചംക്രമണം, ചയാപചയം എന്നീ പ്രവർത്തനങ്ങളെയും ക്രമീകരിക്കുന്നതിന് രുദ്രാക്ഷത്തിനാകും. ശരീരത്തിലെ വിവിധ രാസഘടകങ്ങൾ രുദ്രാക്ഷത്തിൽ സമ്പുഷ്ടമായിട്ടുണ്ട്. രുദ്രാക്ഷം ഒരു ഉത്തമമായ ഒരു മെഡിസിൻ തന്നെയാണെന്ന് പറയാം. അതുപോലെ തന്നെ മൊബൈല്, ഫോൺ, TV, കമ്പ്യൂട്ടർ തുടങ്ങിയ ഇലക്ട്രോണിക് റേഡിയോ തരംഗങ്ങളുടെ പ്രസരത്തിൽ നിന്നൊക്കെ ശരീരത്തെ രക്ഷിക്കുന്നതിനും രുദ്രാക്ഷത്തിനാവുമെന്നാണ് ഗവേഷണങ്ങളിൽ കൂടിയും തെളിഞ്ഞിരിക്കുന്നത്. രുദ്രാക്ഷം ആർക്കൊക്കെ ധരിക്കാം? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം തുടങ്ങി എല്ലാ ശ്രമത്തിൽപ്പെട്ടവർക്കും, ബ്രാഹ്മണർ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ തുടങ്ങി എല്ലാ വർണ്ണങ്ങളിൽപ്പെട്ടവർക്കും രുദ്രാക്ഷം ധരിക്കാം. വിദ്യാർത്ഥി 4 മുഖ രുദ്രാക്ഷം ധരിക്കണമെന്നാണ് പറയുന്നത്. സുമംഗലിയായ സ്ത്രീ താലിയോടൊപ്പം 3 മുഖരുദ്രാക്ഷം ധരിക്കണം. സ്നാനം, ദാനം, ജപം, ഹോമം, വൈശ്യദേവം, സുരാർച്ചനം, പ്രായശ്ചിത്തം, വ്രതദീക്ഷാകാലം, ശ്രാദ്ധം എന്നിവ രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് ഞാനിതിവിടെ എൻ്റെ ഈ കഥ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.